നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക വിന്താലു ആണ്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇളം വെണ്ടയ്ക്കയാണ്. ഇതിപ്പോൾ നമ്മൾ 250 ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനായിട്ട് നമ്മൾ 5 ചെറിയുള്ളി, 1 കുടം വെളുത്തുള്ളിയുടെ പകുതി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 തക്കാളി, 2 സവാള ഇതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ജാറിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുത്തിട്ട് വരണം. ഇതിപ്പോൾ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. നമുക്കിനി സവാളയും വെണ്ടയ്ക്കയും വറുത്തു കോരണം. അതിനായിട്ട് ആദ്യമേ തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് സവാള തട്ടി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ സവാള എല്ലാം നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കതിനെ കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള സവാളയും കൂടി അതേ എണ്ണയിലേക്ക് തന്നെ ഇട്ട് വറുത്തെടുക്കാം. വെണ്ടയ്ക്ക ആദ്യം അതിന്റെ മൂട് മാത്രം ഇതുപോലെ അരിഞ്ഞു കളയണം. നമ്മൾ പിഞ്ച് വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെയും കൂടി നമുക്ക് ഇനി വറുത്തെടുക്കാം. സവാള വറുത്ത് കോരി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് വെണ്ടയ്ക്കയും ഇട്ട് കൊടുക്കാവുന്നതാണ്. വെണ്ടയ്ക്ക ഈ ഒരു പരുവമാകുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാം. വെണ്ടയ്ക്കയും സവാളയും ഫുള്ള് വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ വേറൊരു ചട്ടി അടുപ്പത്ത് വെക്കുക. അത് ചൂടാകുമ്പോഴേക്കും നമ്മൾ ഈ വെണ്ടയ്ക്കയും സവാളയും വറുത്ത് കോരിയ അതേ എണ്ണയിൽ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ഈ ചട്ടിയിലേക്ക് ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ അരച്ച് മാറ്റി വെച്ച കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അതിന്റെ പച്ചമണം മാറ്റി. ഈ സമയം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1.5 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. ഇനി നല്ലപോലെ ഇതിന്റെ പച്ചമണം മാറ്റിയെടുക്കണം. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉലുവ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി അതിന്റെയും പച്ചമണം മാറ്റിയെടുക്കുക. ഇപ്പൊ ഇതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ട് ഇത് നല്ലപോലെ നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ നല്ലപോലെ ഇതിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ചെറിയ 3 തക്കാളി അരിഞ്ഞു വെച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇപ്പൊ നമ്മുടെ തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ വറുത്ത് വെച്ച വെണ്ടയ്ക്കയും വറുത്ത് വെച്ച സവാളയും കൂടി തട്ടി കൊടുക്കണം. ഇനി സവാളയും വെണ്ടയ്ക്കയും കൂട്ടിനോടൊപ്പം നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ യോജിപ്പിക്കണം. ഇപ്പൊ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഈ ഒരു സമയം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇപ്പൊ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറിയുടെ പരുവം. ഈ ഒരു സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെണ്ടയ്ക്ക വിന്താലു റെഡി.